ഹൃദയാനുഭൂതി. ചിറകുകൾ ഉപയോഗിച്ചുള്ള പറക്കൽ വിദ്യകൾക്ക് പുറമെ മറ്റ് ചില സവിശേഷതകൾ കൂടി പക്ഷികൾക്കുണ്ട്. പക്ഷികളിലെ ഈ അലങ്കാര സവിശേഷതകൾ കണ്ണുകൾക്ക് കൗതുകമേകുന്നവയാണ്. മനോഹരമായ ഈ വർണ്ണങ്ങളും ഡിസൈനുകളും ഉപയോഗിച്ചാണ് ആൺകിളികൾ പെൺകിളികളെ ആകർഷിക്കുന്നത്. കലയുടെ യാഥാർത്ഥ്യമുളവാക്കുന്ന ഡിസൈനുകളാണ് ഇവ. ഇവയൊന്നും ഒരു യാദൃശ്ചികതയുടെ ഫലമായിട്ടുള്ളവയല്ല. ഇത്തരത്തിലുള്ള ഡിസൈൻ ആവിർഭവിക്കാൻ ഓരോ തൂവലിനും അതിന്റേതായ വർണ്ണവും ഡിസൈനും ആവശ്യമാണ്. ഇങ്ങനെയാണ് അതിമനോഹരങ്ങളായ ഡിസൈനുകൾ രൂപപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഡിസൈനുകൾ രൂപപ്പെടാനുള്ള കോഡുകൾ ഈ പക്ഷികളുടെ കോശങ്ങളിൽ പ്രോഗ്രാം ചെയ്തു വച്ചിട്ടുണ്ട്. ഏത് വർണ്ണമാണ് ആരംഭത്തിലെന്നും വർണ്ണങ്ങളുടെ ഏത് ചായമുപയോഗിച്ചാണ് തുടങ്ങേണ്ടതെന്ന് ഓരോ ജീനുകളിലും രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. പകിട്ടേറിയ ഈ ഡിസൈനുകളിൽ യാദൃശ്ചികതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. മയിലിന്റെ അത്ഭുതമുളവാക്കുന്ന ഡിസൈനുകൾ വരക്കാൻ ആകസ്മികതയ്ക്കൊരിക്കലും കഴിയില്ല. മയിലിന്റെ അതിമനോഹരമായ വർണ്ണങ്ങൾ ആകസ്മികതയുടെ ഫലമായാണ് ജീവിവർഗം ഉടലെടുത്തതെന്ന ഡാർവിന്റെ സിദ്ധാന്തത്തിന് ഒരു വിലങ്ങുതടിയാണ്. അസാഗ്രെ എന്ന തന്റെ സുഹൃത്തിനുള്ള ഒരു കത്തിൽ ഡാർവിൻ ഇത് സമ്മതിക്കുന്നുണ്ട്. മയിലിന്റെ വാൽഭാഗം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് എന്റെ വാദങ്ങൾക്ക് തളർച്ചയുണ്ടാക്കുന്നു. വസ്തുതയെന്തെന്നാൽ മുൻവിധികളില്ലാതെ മയിൽപീലിയും മറ്റുമെല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അവയെല്ലാം കുറ്റമറ്റ ഒരു രൂപകൽപ്പനയുടെ ഫലമായിട്ടുണ്ടായവയാണെന്ന് മനസ്സിലാക്കാം. ബുദ്ധിയുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ട പ്രാധാന്യമർഹിക്കുന്ന ധാരാളം സന്ദേശങ്ങൾ ഇവയിലെല്ലാമുണ്ട്. അഗാധജ്ഞാനിയും പ്രതാപിയുമായ അല്ലാഹുവാണ് ഈ ജീവിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചത്. ഓരോ ജീവിയും സൃഷ്ടിപ്പിലെ അവന്റെ കലാവിരുദിനുള്ള ഉദാഹരണങ്ങളാണെന്ന് നമ്മെ വെളിപ്പെടുത്തുന്നത്. ഖുർആനിലെ ഒരു വചനം പറയുന്നു, هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. സൃഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അല്ലാഹുവത്രേ അവൻ. അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവനത്രേ പ്രതാപിയും യുക്തിമാനും.
തെറ്റിദ്ധരിപ്പിക്കുന്ന പരിണാമവാദം. പക്ഷികൾ ചാൾസ് ഡാർവിന്റെ വാക്കുകളെ തന്നെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. പരിണാമവാദം അവകാശപ്പെടുന്നത് ആകസ്മിക പരമ്പരയുടെ ഫലമായി ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയായി രൂപാന്തരപ്പെട്ടാണ് ഇന്ന് കാണുന്ന ജീവിവർഗം ഉടലെടുത്തതെന്നാണ് പരിണാമവാദം അവകാശപ്പെടുന്നത്. ഈ അവകാശവാദത്തെ പിന്തുണക്കുന്ന ഒരു ശാസ്ത്രീയ തെളിവുകളുമില്ല. ഭാവനയിലധിഷ്ഠിതമായ ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് പക്ഷികളുടെ ആവിർഭാവത്തെക്കുറിച്ച് ഈ സിദ്ധാന്തത്തിനുള്ളത്. ഉരഗങ്ങളുടെ വംശപരമ്പരയിൽ നിന്നാണ് പക്ഷികൾ ആവിർഭവിച്ചതെന്ന് പരിണാമവാദികൾ വിശ്വസിക്കുന്നത്. എന്നിട്ടും തികച്ചും വ്യത്യസ്തമായ ഈ ജീവിവർഗങ്ങൾക്കിടയിൽ ഏതു തരത്തിലുള്ള രൂപാന്തരണമാണ് നടന്നതെന്ന് വിശദീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഉരഗങ്ങളുടെ ശരീരം കാഠിന്യമേറിയ ചെതുമ്പലുകൾ കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ കണ്ട പക്ഷി ശരീരത്തിലെ അതിസങ്കീർണ ഘടനയോട് കൂടിയ തൂവലുകൾ നേരെ മറിച്ചാണ്. അവ ഉരഗങ്ങളുടെ ശരീരത്തിലെ ചെതുമ്പലുകളോട് നേരിയ സാമ്യം പോലും പുലർത്തുന്നില്ല. അതിനാൽ തന്നെ ചെതുമ്പലുകളിൽ നിന്നും തൂവലുകളിലേക്കുള്ള രൂപാന്തരം തീർത്തും അസാധ്യമാണ്. കൂടാതെ ജീവിവർഗങ്ങളിലോ ഫോസിലുകളിലോ അത്തരമൊന്ന് കാണാൻ കഴിയില്ല. പക്ഷികളും ഉരഗങ്ങളും തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം അവയിലെ ശ്വസന വ്യവസ്ഥയിലാണ്. നമ്മുടേതുപോലെ തന്നെ ഉരഗങ്ങളുടെ ശ്വാസകോശങ്ങൾ വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അതേ വഴിയിലൂടെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. എന്നാൽ പക്ഷികളിലെ ശ്വാസകോശങ്ങളിലെ വായുസഞ്ചാരം ഒരു ദിശയിൽ മാത്രമാണ്. ഇത് സാധ്യമാകുന്നത് ഇവയിലെ ആകർഷണ വ്യവസ്ഥ മൂലമാണ്. പക്ഷിയുടെ ശ്വാസകോശത്തിലെ മുൻവശവും പിൻവശവും ശൂന്യമായ വായുസഞ്ചികളാണ് ഉൾക്കൊള്ളുന്നത്. ഇവ ചെറിയ സഞ്ചികളായാണ് ശ്വാസകോശത്തോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പക്ഷി ശ്വാസം വലിക്കുമ്പോൾ വായു ശ്വാസകോശങ്ങളിലും അതിനു പിന്നിലെ വായുസഞ്ചികളിലും നിറയുന്നു. അതേസമയം ശ്വാസകോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന വായു ശ്വാസകോശങ്ങളുടെ മുൻവശത്തുള്ള സഞ്ചികളിലേക്കാണ്. പക്ഷി ശ്വാസം പുറത്തുവിടുമ്പോൾ മുൻവശത്തെ സഞ്ചികൾ ഉപയോഗിക്കപ്പെട്ട വായുവിനാൽ നിറയുന്നു. പിൻവശത്തെ സഞ്ചികളിലിപ്പോൾ ശുദ്ധവായുവായിരിക്കും. ഇവ ശ്വാസകോശങ്ങളിലേക്ക് പ്രവേശിക്കും. ഈ അവസ്ഥയിൽ ഇങ്ങനെ ശ്വാസകോശത്തിൽ എല്ലായ്പ്പോഴും ശുദ്ധവായുവായിരിക്കും. പക്ഷി ശ്വാസം വലിക്കുകയാണെങ്കിലും വിടുകയാണെങ്കിലും സങ്കീർണവും സമഗ്രവുമായ ഒരുപാട് പ്രവൃത്തികളുടെ അനന്തരഫലമായാണ് ഈ വ്യവസ്ഥ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, ശ്വാസകോശത്തിനും സഞ്ചികൾക്കുമിടയിൽ വളരെ ചെറിയ വാൽവുകളുണ്ടായിരിക്കും. ഇതുമൂലം വായു എല്ലായ്പ്പോഴും ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. ഇവ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഈ സങ്കീർണ വ്യവസ്ഥ അത്യാശ്ചര്യകരമായ രൂപനിർമ്മിതിയാണ്. ഇവ പക്ഷികൾക്ക് സുസ്ഥിരമായി ഓക്സിജൻ ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേകം നിർമ്മിക്കപ്പെട്ടവയാണ്. ഇവയിലുള്ള രൂപകൽപ്പന പരിണാമ സിദ്ധാന്തത്തെ തകർക്കാൻ ധാരാളമാണ്. ഈ സിദ്ധാന്തം അവകാശപ്പെടുന്നതുപോലെ പക്ഷികളുടെ ശ്വാസകോശങ്ങൾ വിവിധ ഘട്ടങ്ങളുടെ പരിണാമഫലമായാണ് രൂപപ്പെട്ടത് എന്ന് പറയുന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്. കാരണം വായുസഞ്ചികൾ, കുഴലുകൾ, വാൽവുകൾ എന്നിവ പൂർണ്ണമായും രൂപപ്പെട്ടാൽ മാത്രമേ ജന്തുക്കൾക്ക് ശ്വസിക്കാൻ സാധിക്കൂ. ഇത് വ്യക്തമാക്കുന്നത് പക്ഷികളുടെ സവിശേഷമായ ശ്വസന വ്യവസ്ഥ അവയിലുള്ള എല്ലാ ഘടനയോടും കൂടി പൊടുന്നനെ രൂപപ്പെട്ടു എന്നാണ്. മറ്റൊരു വാചകത്തിൽ അവ സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷികളിലെ അതിസങ്കീർണമായ തൂവലുകൾ, ചിറകുകൾ, ശ്വാസകോശങ്ങൾ എന്നിവയുടെ ആവിർഭാവത്തെക്കുറിച്ചും വിവരിക്കാൻ പരിണാമവാദികൾക്ക് സാധിച്ചിട്ടില്ല. മറിച്ച് ചില ഫോസിലുകളെ അടിസ്ഥാനപ്പെടുത്തി സാങ്കല്പികമായ കഥകൾ മെനയാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി അവർ അവലംബിക്കുന്ന ഫോസിൽ 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആർക്കിയോപെട്രിക്സ് എന്ന പക്ഷിവർഗത്തിന്റേതാണ്. ഡാർവിൻ തന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഈ പക്ഷിയെ കണ്ടെത്തിയത്. പരിണാമവാദികളും ഫോസിൽ വിദഗ്ധരും അവകാശപ്പെടുന്നത് ഈ ജീവികൾക്ക് പക്ഷികളുടെയും ഉരഗങ്ങളുടെയും സവിശേഷതകൾ ഉണ്ടെന്നാണ്. എന്നാൽ അന്നു മുതലുള്ള ഓരോ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും ഈ അവകാശവാദത്തെ ദുർബലപ്പെടുത്തുന്നതാണ്.
പ്രത്യേകമായ ഒരു സംഗതി, ആർക്കിയോപെട്രിക്സിന്റെ തൂവലുകളും അസ്ഥികളും ഇന്നുള്ള പക്ഷികളുടെ ഘടനയിൽ നിന്നും വ്യത്യാസം പുലർത്തുന്നില്ല. ടെക്സാസിൽ നിന്ന് കണ്ടെത്തിയ പ്രോട്ടോവിസ് എന്ന ഫോസിലാണ് മറ്റൊന്ന്. ആർക്കിയോപെട്രിക്സിനേക്കാൾ 75 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതാണിവ. ആർക്കിയോപെട്രിക്സ് ആണ് പക്ഷിവർഗത്തിലെ മുൻഗാമി എന്ന അവകാശവാദത്തിന് ഈ കണ്ടുപിടുത്തം മരണമണി മുഴക്കി. ശാസ്ത്രീയപരമായ ഈ തെളിവുകളെയെല്ലാം അവഗണിച്ച് ഉരകങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെട്ടാണ് പക്ഷികൾ ഉണ്ടായതെന്ന ആശയം ഇന്നും പരിണാമ സിദ്ധാന്തത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള വഞ്ചനയുടെ മറ്റൊരു ഉദാഹരണമാണ് ആർക്കിയോ റാപ്റ്ററുകളുടെ ഫോസിൽ. നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ അർദ്ധ ദിനോസർ എന്നാണിതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ജീവിയുടെ ഒരു സാങ്കല്പിക ചിത്രവും മാഗസിൻ വരച്ചിട്ടുണ്ട്. പരിണാമവാദത്തിനുള്ള തെളിവായി അവർ ഇങ്ങനെ വർണ്ണിക്കുന്നു: ദിനോസറുകളുടെ പരിണാമത്തിലെ നഷ്ടപ്പെട്ട കണ്ണിയാണ് ടി-റെക്സിന്റെ തൂവലുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പത്രങ്ങളിൽ പരിണാമവാദത്തിനുള്ള തെളിവായി ഈ ചിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു. 2 വർഷങ്ങൾക്ക് ശേഷം ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നു. ഈ ഫോസിൽ ശാസ്ത്രകാരന്മാരുടെ ഒരു കള്ളക്കഥയായിരുന്നു. തികച്ചും വ്യത്യസ്തമായ 5 ജീവികളുടെ അസ്ഥികൾ സംയോജിപ്പിച്ചതായിരുന്നു ഇത്. 2 വർഷത്തിന് മുമ്പ് പരിണാമവാദത്തിനുള്ള തെളിവായ ഈ ഫോസിലിനെ അവതരിപ്പിച്ച മാഗസിൻ കുറ്റസമ്മതം നടത്തി. ദിനോസർ പക്ഷി ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു. പ്രധാനപ്പെട്ട ഒരു സംഗതി, പരിണാമവാദത്തിന്റെ എണ്ണമറ്റ നുണകളുടെ അനന്തരഫലമായാണ് ഈ വിഡ്ഢിത്തങ്ങളെല്ലാം സംഭവിച്ചത്. പരിണാമവാദത്തെ ബലപ്പെടുത്താനുതകുന്ന ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ല. ഭൂമിയിലെ ജീവിവർഗങ്ങളിലുള്ള നിരീക്ഷണവും ഫോസിൽ രേഖകളും പരിണാമവാദം അടിസ്ഥാനരഹിതമാണെന്നാണ് തെളിയിക്കുന്നത്. നേരെ മറിച്ച് സൃഷ്ടിപ്പിനുള്ള വ്യക്തമായ തെളിവുകളും പക്ഷികൾ വെളിപ്പെടുത്തുന്നത് അതാണ്. പരിണാമവാദം പറയുന്നത് പോലെ ആകസ്മികതയുടെ ഉൽപ്പന്നമല്ല ജീവിവർഗം, മറിച്ച് കുറ്റമറ്റ സൃഷ്ടിപ്പ് മൂലമാണ് അവ ഉണ്ടായത്. ഉപസംഹാരം. ഈ ചിത്രത്തിൽ നമ്മൾ ഇതുവരെ ദർശിച്ചത് പക്ഷികൾ തറയിൽ നിന്നുയരുന്നത്, പറക്കാൻ സഹായിക്കുന്നതിനനുയോജ്യമായ അവയുടെ ശരീരത്തിലെ ഘടനകൾ, എല്ലുകളുടെ സവിശേഷതകൾ, തൂവലുകളിലെ അതിസൂക്ഷ്മ കൊളുത്തുകൾ, ഹമ്മിങ് പക്ഷികളുടെ മൂർച്ചയുള്ള ചിറകുകൾ, വി ആകൃതിയിൽ ദേശാടന പക്ഷികൾ പറക്കുന്നത്, അവയുടെ വ്യത്യസ്ത തരത്തിലുള്ള പറക്കൽ വിദ്യകൾ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ലറ്റ് ചാമ്പ്യന്മാരെക്കാൾ വേഗതയിൽ പക്ഷികൾക്ക് നീന്താനും ഓടാനും കഴിയുന്നത്, പക്ഷികളുടെ തൂവലുകളിലെ മനോഹരമായ ഡിസൈനുകൾ, ഇവയെല്ലാം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്: അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് പൂർണ്ണമായും കുറ്റമറ്റതാണ്. അവന്റെ കലയും പ്രതാപവുമാണ് എല്ലായിടത്തും. അവനാകുന്നു സർവ്വലോകങ്ങളുടെയും യജമാനൻ. അവൻ ഏറ്റവും മഹാനാകുന്നു. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير